ഹലോ ഡിയർ ഫ്രണ്ട്സ്, KL14 മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് തേങ്ങ കൊണ്ടൊരു പേട റെസിപ്പിയാണ്. നമ്മുടെ കയ്യിലുള്ള ചേരുവ മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. അപ്പം അതിനും വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ പച്ച തേങ്ങ, കൂടുതൽ പച്ചയാവണ്ട എന്നാൽ കൂടുതൽ ഉണങ്ങിയതും വേണ്ട, ആ രീതിയിലൊരു തേങ്ങ എടുത്തിട്ട് കറുമ്പലൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് ചിരവിയെടുക്കണം. ഇനി ഇത് ഒരു പാന് ചൂടാക്കിയിട്ട് അതിൽ നല്ല പോലെ വറുത്തിട്ടെടുക്കണം. പാനെല്ലാം നല്ലോണം ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചരച്ചിട്ട് എടുക്കുന്ന സമയത്ത് കറുത്ത ഭാഗം ഇതിലേക്ക് പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റണം. അല്ലെങ്കിൽ പേട കാണുന്ന സമയത്ത് നല്ല വെളുത്ത കളർ കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കറുത്ത ഭാഗമെല്ലാം കാണുന്നില്ലേ? അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം പറക്കിയിട്ട് കളയണം. ഞാനെല്ലാം പറക്കിയിട്ട് കളഞ്ഞ പിന്നെ മീഡിയം തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് വറുത്തിട്ടെടുക്കുന്നുണ്ട്. പിന്നെ വറുത്തിട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തീ കൂടുതലാവാനും പാടില്ല, തേങ്ങാൻ്റെ കളറ് മാറാനും പാടില്ല. നല്ല വെളുത്ത കളറിൽ തന്നെ കിട്ടണം. തീ കൂട്ടിക്കൊടുത്തെങ്കിൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും, നല്ല ക്രിസ്പി ആയിട്ട് വറന്നിട്ടും കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. നല്ലോണം വറന്നിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ പാനിൽ സൗണ്ട് ഇങ്ങനെ ചേഞ്ച് ആകുന്നുണ്ട്. ആ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് തീ ഓഫാക്കിയിട്ട് ചൂടാറിയ പിന്നെ മിക്സിൻ്റെ ചെറിയ ജാറില്ലേ അതിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. ക്രഷ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ പൗഡർ പോലെ ആയിപ്പോണ്ട, അല്പം തരിയോട് കൂടി വേണം ക്രഷ് ചെയ്തെടുക്കാൻ. എന്നിട്ട് ഞാനിത് വീണ്ടും ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അതും ചെറിയ തീയിൽ തന്നെ വറുത്തിട്ട് എടുക്കണം. ഇത് കുറേ നാൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് ഈ തേങ്ങ എല്ലാം തീർക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ രണ്ടാമത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ രണ്ടാമതും വറുത്തെടുക്കുന്നത്. നല്ല പോലെ വറന്നിട്ട് ഉതിരുന്നൊരു പരുവായിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ചൂടാറിയ പിന്നെ സൂക്ഷിച്ച് വെക്കുന്നെങ്കിൽ എയർ ടൈറ്റുള്ള കണ്ടെയ്നറില്ലേ പാത്രം, അതിലിട്ടിട്ട് വെച്ചാൽ മതി. ഫ്രിഡ്ജിലെങ്കിൽ 6 മാസം നമുക്ക് ഉപയോഗിക്കാം. ഇനി ഫ്രീസറിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ 1 കൊല്ലം വരെ സൂക്ഷിക്കാൻ പറ്റും. ഇനി അതേ പാൻ അടുപ്പിൽ വെച്ചിട്ട് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് പാലും അതേ കപ്പിൽ തന്നെ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും പഞ്ചസാര ദിത്തി ഇട്ടിട്ട് ഞാൻ നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ തിളക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ചൂടായ പിന്നെ നമുക്ക് ഇതിലേക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കണം. നല്ലോണം ചൂടാകുമ്പോൾ പാൽപ്പൊടി എന്താ പറയുക കട്ട കെട്ടും. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒരു ചൂടാകുമ്പോൾ തന്നെ പാൽപ്പൊടി ഇട്ടിട്ട് കൊടുക്കണം. ഇനി പാൽപ്പൊടി നമുക്ക് അളന്നിട്ട് എടുക്കാം. അതേ കപ്പിൽ തന്നെ 1/2 കപ്പാണ് ഞാനിവിടെ പാൽപ്പൊടി എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പാലും 1/2 കപ്പ് പാൽപ്പൊടി പിന്നെ 1/2 കപ്പും 1 ടേബിൾ സ്പൂണും പഞ്ചസാര. മനസ്സിലായില്ലേ? ഇത്രയും ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാൽപ്പൊടി ഇട്ട പിന്നെ മീഡിയം തീയിൽ തന്നെ ഇത് കലക്കിയിട്ട് എടുക്കണം. പാൽപ്പൊടി കട്ടയൊന്നും കെട്ടിയിട്ട് ഉണ്ടാവാൻ പാടില്ല. കട്ട കെട്ടിയെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. പാൽപ്പൊടിയെല്ലാം നല്ലപോലെ കലങ്ങിയിട്ട് തിളച്ചിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ തിളച്ചിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച തേങ്ങ ഇല്ലേ ഡെസിക്കേറ്റഡ് കോക്കനട്ട്, അത് ഇട്ട് കൊടുക്കണം. 1.5 കപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കപ്പ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ലെവലായിട്ടാണ് എടുക്കുന്നത്, കുത്തി നിറച്ച പോലെ എടുക്കണ്ട. എന്നിട്ട് ഫുള്ള് തീയിൽ വെച്ചിട്ട് 1.5 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. വെള്ളമെല്ലാം പെട്ടെന്നൊന്ന് വറ്റി കിട്ടണ്ടേ, അതിനും വേണ്ടിയിട്ടാണ്. പിന്നെ 1.5 മിനിറ്റ് കഴിഞ്ഞാൽ മീഡിയം തീയിലേക്ക് മാറ്റി കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വനിലാൻ്റെ എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നല്ലോണം മീഡിയം തീയിലാക്കിയിട്ട് കൈയെടുക്കാതെ ഒന്ന് കുറുക്കിയിട്ട് എടുക്കണം. അതായത് പാനിനെല്ലാം നല്ലപോലെ വിട്ട് വന്ന് ഈ തേങ്ങ എല്ലാം വെന്തിട്ട് നല്ല ഉരുണ്ടൊരു പരുവം വരും. നമുക്ക് കൈയോട് നല്ല പോലെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. ആ പരുവാണ് നമുക്ക് വേണ്ടത്. ഇപ്പം അല്പം തിക്കായിട്ട് വന്നിട്ടുണ്ട്. 7 മിനിറ്റ് ആയി. ഇനി ഏകദേശം കുറച്ചും കൂടി വറ്റാനുണ്ട്. ഇപ്പോൾ 9 മിനിറ്റ് ആയി. 9 മിനിറ്റ് ആകുമ്പോൾ ഞാനിതിലേക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്ത്. ഇനി നെയ്യ് ഇല്ലെങ്കിൽ ആ വക സ്കിപ്പ് ചെയ്യുക, പക്ഷെ നെയ്യ് ചേർത്തിട്ടാകുമ്പോൾ നല്ലൊരു മണമാണ്. എന്നിട്ട് വീണ്ടും കൈയെടുക്കാണ്ട് ഇളക്കണം. ഇതാ ചങ്ങായിമാരെ, പാനിനെല്ലാം നല്ല പോലെ വിട്ട് വരുന്ന കണ്ടില്ലേ? ഇനിയും കുറച്ചും കൂടി സമയം ഇളക്കണം. ഏകദേശം 15 മിനിറ്റിനുള്ളിൽ നമുക്കിത് പാകമായിട്ട് കിട്ടും. മനസ്സിലായല്ലോ? ഇനി പാനെല്ലാം വിട്ടിട്ട് ബോൾ പോലെ ഉരുണ്ടിട്ട് വരാൻ തുടങ്ങി. ഈ ഒരു പരുവം ആയിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു 2 മിനിറ്റ് ഇപ്പം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്.
നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. അതുവരെ മീഡിയം തീയിലാണ് നമ്മൾ പാകം ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. നെയ്യെല്ലാം ചേർത്ത് ചെറിയ തീയിൽ വീണ്ടും നല്ലോണം ഇളക്കി ഇതെല്ലാം വറ്റിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഉരുട്ടിയിട്ടെല്ലാം എടുക്കാൻ പറ്റണം. പിന്നെ തീൻ്റെ വ്യത്യാസം കൊണ്ട് ചിലപ്പോൾ 1 മിനിറ്റോ 2 മിനിറ്റോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാം ആവാം. അപ്പം അത് നോക്കിയിട്ട് ചെയ്താൽ മതി. നല്ലപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകമാകുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അതേ ചട്ടിയിൽ തന്നെ വെക്കണ്ട, പാത്രത്തിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ അടിഭാഗം ചുവന്ന കളറായിപ്പോകും. എന്നിട്ട് ചൂടാറിയ പിന്നെ നല്ലോണം ഒന്ന് കുഴച്ചിട്ട് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിലുള്ള വലുപ്പത്തിൽ നമ്മൾ ഷേപ്പാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ നമുക്ക് കൈയോടെല്ലാം നല്ലോണം ഉരുട്ടിട്ടെല്ലാം എടുക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ ഈ ഒരു രീതിയിലാണ് ഷേപ്പാക്കിയിട്ട് എടുത്തത്. ഇനി നട്സ് വെക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ മിഡിൽ ഭാഗത്ത് അണ്ടിപ്പരിപ്പാ അതേപോലെ മുന്തിരി എന്താ നിങ്ങളെ കയ്യിലുള്ളത്, ബദാമ എന്ത് വേണമെങ്കിൽ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കിസ്മിസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ അവസാനം കാണിച്ചു തരാം. അപ്പോൾ എല്ലാം കൂടി ഇതേപോലെ ഒരേ ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഷേപ്പെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കാം. അപ്പം ഞാൻ ആക്കിയ രീതി തന്നെ ആക്കണമെന്നൊന്നുമില്ല. എല്ലാം കൈയോട് നല്ലോണം ഷേപ്പാക്കിയിട്ട് എടുത്ത് ഒട്ടൊന്നും ചെയ്യില്ല. നല്ല പരുവത്തിൽ തന്നെ ഉണ്ട്. എന്നാലും കൈക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യെല്ലാം തടവി കൊടുക്കുക. എല്ലാം ഷേപ്പാക്കിയ പിന്നെ ഞാൻ മുന്തിരി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോക്കും വീഡിയോക്കും എല്ലാം കാണാനൊരു ഭംഗിയായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാത്തിൻ്റെ മിഡിൽ ഭാഗത്ത് ഓരോ മുന്തിരി വെച്ച് കൊടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിള്, ഒന്നുമില്ല. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ അളവുണ്ടല്ലോ, അതൊന്നും തെറ്റിപ്പോണ്ട. അത്രമാത്രം ചെയ്താൽ മതി നിങ്ങൾ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ബൈ ബൈ.